ഹലോ. അപ്പോൾ ടോറസ്, നമ്മൾക്ക് നിങ്ങളുടെ ഇയർലി 2026 റീഡിംഗ് നോക്കാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 വരണമെന്ന് അതാണ് ഇന്ന് നോക്കാൻ പോണത്. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. നിങ്ങളൊരു പുതിയ സബ്സ്ക്രൈബർ ആണെച്ചാൽ ഇല്ലെങ്കിൽ പുതിയ വ്യൂവർ ആണെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിനെ ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിലെ വീഡിയോസ് റെസൊനേറ്റ് ആവുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ മെസ്സേജസ് എല്ലാവർക്കും റെസൊനേറ്റ് ചിലപ്പോൾ ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ തുടങ്ങാം. ടോറസ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2026 എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ്, നിങ്ങളുടെ 2026 ഇയർലി റീഡിംഗ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചെയ്യണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി, 2026 ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ 4 ഭാഗത്തിലാണ് ഡിവൈഡ് ചെയ്യാൻ പോണത് ഈ റീഡിങ്ങിനെ. ആദ്യത്തെ കാർഡ് നമ്മൾ എടുക്കുന്നത് നിങ്ങളുടെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് അതിൻ്റെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഏപ്രിൽ, മെയ്, ജൂണിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് വാൻസ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 8 ഓഫ് കപ്സ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ 7 ഓഫ് കപ്സ്. ഔട്ട്കം, നിങ്ങളുടെ 2026 ഔട്ട്കം ഇതാണ് ഈ കാർഡ്. അപ്പോൾ 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓവറോൾ എനർജിയിൽ ഞാൻ കാണുമ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ എനർജിയാണ്, കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ്, വേറെ ആൾക്കാരുടെ കൂടെ ജോയിൻ ചെയ്ത് അവരുടെ കൂടെ എന്തോ ഉണ്ടാക്കണ എനർജിയാണ്, അപ്പോൾ ക്രിയേറ്റ് ചെയ്യണ എനർജിയാണ്. അപ്പോൾ ടീം വർക്കാണ് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് 2026. വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങളുടെ ഇൻട്രാക്ഷൻ, വേറെ ആൾക്കാരുടെ കൂടെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ബിഹേവിയർ, റിലേഷൻഷിപ്പ്, അതിലാണ് കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ഉള്ളത്. കരിയറിലും നിങ്ങളുടെ കുറേ ഫോക്കസ് ഉണ്ടാവും 2026. കമ്മ്യൂണിറ്റി, ഫാമിലിയുടെ കൂടെയൊക്കെ കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. 2 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ലവ് റിലേഷൻഷിപ്പും കാണാണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സിംഗിൾ ആണ് വെച്ചാൽ മേ ബി ഓഫീസിലായിരിക്കും നിങ്ങൾ ഒരു പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഞാൻ 2 ഭാഗത്തിനും ഈക്വൽ എഫേർട്ടാണ് കാണുന്നത്. പക്ഷേ ചില ചാലഞ്ചസ് ഉണ്ട്. ഞാൻ കാണുന്നത് 9 ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ. 9 ഓഫ് വാൻസ് ഒരു പേടിയുടെ എനർജിയാണ്. മനസ്സിലൊരു പേടിയുണ്ട്, ചാൻസ് എടുക്കാൻ പേടി, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാൻ പേടി, റിസ്ക് എടുക്കാൻ പേടി. അപ്പോൾ അങ്ങനത്തെ ഒരു മനസ്സിലൊരു പേടിയുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പേയും കുറേ ഡിസപ്പോയിൻമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യണില്ല, പേടിയുടെ കാരണം നിങ്ങൾ ഗിവ് അപ്പ് ചെയ്യണില്ല, പക്ഷേ ഒരു പേടിയുണ്ട്, ഇത് ചെയ്താൽ ശരിയാവോ. അപ്പോൾ അങ്ങനെ കുറേ ഒരു ഓവർ തിങ്കിങ് ടൈപ്പ് ഓഫ് എനർജിയും ഉണ്ട്. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് കപ്സ് എനർജിയാണ്. ഈ 3 മാസം നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് കുറേ ലൈറ്റ് ഹാർട്ടഡ് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, കുറേ റൊമാൻറ്റിക് എനർജിയാണ് ഇത്. അപ്പോൾ ആദ്യത്തെ 3 മാസത്തിൽ റൊമാൻസ് ആണ് കൂടുതൽ നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക. പക്ഷെ അതിൽ ഒരു ചതിയുടെ എനർജി ഉണ്ട്, ഒരു ബിട്രയലുടെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പേഴ്സൺ നിങ്ങളുടെ കൂടെ കുറേ റൊമാൻറ്റിക്കലി സംസാരിക്കുന്നുണ്ട്, പക്ഷേ അവരുടെ ഇൻറ്റൻഷൻ സീരിയസ് ആയിരിക്കില്ല. അവർ നിങ്ങളെക്കുറിച്ച് സീരിയസ് ആയിരിക്കില്ല, ഒരു കമ്മിറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ ഒരു ബിട്രേഡായി ഫീൽ ചെയ്യണു, നിങ്ങൾക്ക് ഈ പേഴ്സൺ ചതിച്ചു മാതിരി ഒരു ഫീലിംഗ് ഉണ്ടാവാം. 4 ഓഫ് കപ്സ് ഒരു ലോസ് ഓഫ് ഇൻട്രസ്റ്റുമാണ്. അപ്പോൾ സഡൻലി ഒരു പേഴ്സൺ കുറേ ഇൻട്രസ്റ്റ് കാണിക്കും, പിന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഒരു എന്താ പറയുക സെപ്പറേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതും ഒരു ബിട്രയൽ മാതിരി നിങ്ങൾക്ക് തോന്നാൻ വഴിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാനിവിടെ കാണുന്നുണ്ട് ഫസ്റ്റ് 3 മന്ത്സിൽ. അത് കഴിഞ്ഞിട്ട് വരണ സമയം എന്ന് വെച്ചാൽ ഏപ്രിൽ, മെയ്, ജൂൺ 3 ഓഫ് വാൻസ്. അപ്പോൾ കുറച്ചുകൂടി ഒരു പോസിറ്റീവ് എനർജിയാണ് 3 ഓഫ് വാൻസ്. നിങ്ങൾ വെയിറ്റ് ആണ് ചെയ്യണത്, ഹോപ്പ് ചെയ്യണു അത് ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല, പക്ഷേ മേ ബി ഫ്യൂച്ചറിൽ എനിക്ക് നല്ല ഒരു ഫാമിലി ഉണ്ടാവും, ഒരു എന്താ പറയുക ഫ്യൂച്ചർ ഉണ്ടാവും, മാരേജ് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ അതിൻ്റെ ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അപ്പോൾ കുറേ അബണ്ടൻസ് വരുന്ന എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജോലിയുടെ കാര്യത്തിലും കുറേ റിവാർഡ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും.
പേജ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ആദ്യം ഞാനൊരു പുതിയ തുടക്കമാണ് കാണുന്നത്. ഓൺലൈൻ്റെ വഴി ആയിരിക്കും നിങ്ങൾ പുതിയ പേഴ്സണെ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. നിങ്ങളൊരു പുതിയ ജോലിക്കാണ് പോണെച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് കുറേ സക്സസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിലും നിങ്ങൾക്ക് കുറേ സക്സസ് ഉണ്ടാവും. പോസിറ്റീവ് എനർജീസ് ഇവിടെ കാണാണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജൂൺ വരെ ചെയ്തു അല്ലേ. അപ്പോൾ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ 8 ഓഫ് കപ്സ് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസിൻ്റെ എനർജിയാണ്. ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല. ഓക്കെ, ഇത് ഫ്രണ്ട്ഷിപ്പ് ആവാം, റിലേഷൻഷിപ്പ് ആവാം. ഇവിടെ ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ എനർജി ഞാൻ കാണുന്നുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്തു ഈ പേഴ്സൺ അവരുടെ ഉള്ളിൽ എന്തെങ്കിലും മാറ്റം വരുമോ, ഈ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് വെയിറ്റ് ചെയ്തു. പക്ഷേ അതുണ്ടായില്ല. അപ്പോൾ നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ് കൂടണു, ഇമോഷണൽ ഗ്യാപ്പ് ഉണ്ടാവണു. അപ്പോൾ നിങ്ങളിപ്പോൾ ഫ്യൂച്ചറിലേക്കാണ് പ്ലാൻ ചെയ്യണത്. എന്താ വേണ്ട, ഇതിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ, ഇവിടെ ഈ റിലേഷൻഷിപ്പിനെ ഇവിടെ തന്നെ എൻഡ് ചെയ്യണോ. അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യാൻ നോക്കണത്. ലാസ്റ്റ് 3 months ഒക്ടോബർ, നവംബർ, ഡിസംബർ കുറച്ച് കൺഫ്യൂഷൻ ഉള്ള എനർജിയാണ് ഇവിടെ. എന്താ വെച്ചാൽ നിങ്ങൾ പ്ലാൻ ചെയ്ത മാതിരി അല്ല ഈ കൊല്ലം മുമ്പോട്ടേക്ക് പോയിരിക്കണേ. പക്ഷേ ഇവിടെ ഞാനൊരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണ എനർജി കാണുന്നുണ്ട്. അപ്പോൾ ഒരു റീകൺസിലിയേഷൻ്റെ ചാൻസ് ഉണ്ട് ആ മാസം, പറഞ്ഞ ആ 3 മാസത്തിൽ. അത് നിങ്ങൾക്ക് കുറേ ഹാപ്പിയായി ന്യൂസ് വരണു. ഏതൊരു പാസ്റ്റ് പേഴ്സൻ്റെ കൂടെ നിങ്ങൾ റീകണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറേ ഹാപ്പി ആവണു. ഇവിടെ ഒരു എബണ്ടൻസിൻ്റെ എനർജി ഉണ്ട്, ഹാപ്പിനെസ്സിൻ്റെ എനർജി ഉണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ 3 of Swords ഉണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ഏതോ നിങ്ങളുടെ പാസ്റ്റ് പേഴ്സണാണ് എന്ന് വെച്ചാൽ ഇവരുടെ കൂടെ ഒരു മുമ്പേ ഒരു ബ്രേക്കപ്പ് ഉണ്ടായ പേഴ്സണാണ് ഇപ്പോൾ തിരിച്ചു വരണേ. ഓക്കെ, ഒക്ടോബർ, നവംബർ, ഡിസംബറിൽ. അപ്പോൾ കുറേ ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്കിൻ്റെ എനർജിയും ഉണ്ട്. ഇത് നിങ്ങളുടെ പാസ്റ്റ് എനർജി ആവാം, പക്ഷേ ഇത് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സണാണ് തിരിച്ചു വരണമെന്ന് വെച്ചാൽ അതിൽ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ഇവരുടെ കൂടെ മുമ്പോട്ട് പോവാം. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് 2026 വേണ്ടിയിട്ട് എന്താണ്? ചാലഞ്ച് നിങ്ങൾക്ക് 8 of Pentacles. കരിയറിൽ ചാലഞ്ചസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മേ ബി കരിയറിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കുറേ ബ്ലോക്സ് ഉണ്ട്. പൊതുവേ നിങ്ങൾ എല്ലാം ഒരു ബ്ലോക്ക്ഡായി ഫീൽ ചെയ്യണു, ഒന്നും ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മാതിരി. അതുമാത്രമല്ല നിങ്ങൾ ഏതൊരു പേഴ്സൻ്റെ കൂടെ ഡീൽ ചെയ്യണു, ഈ പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് വരും പോവും, അങ്ങനത്തെ ഒരു എനർജിയിലാണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത എനർജി. അപ്പോൾ റിലേഷൻഷിപ്പും കരിയറിലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട മാതിരി അല്ല കാര്യങ്ങൾ, ഒരു സ്റ്റേബിൾ എനർജി ഇല്ല. അപ്പോൾ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? അപ്പോൾ ഇത് ട്രാവൽഡ് എനർജിയും ആവാം. നിങ്ങൾക്ക് കുറേ ട്രാവലിംഗ് ഉണ്ടാവും ഈ കൊല്ലം, അതും ഒരു ചാലഞ്ച് ആവാം. അപ്പോൾ നിങ്ങൾക്ക് അഡ്വൈസ് എന്താ വെച്ചാൽ കുറച്ചൊരു ബ്രേക്ക് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ഹാങ്ഡ് മാൻ ബ്രേക്ക് എടുത്ത് എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ആലോചിച്ചിട്ട് മെല്ലെ ഒരു തീരുമാനം എടുക്കുക. ഈ സിറ്റുവേഷനിൽ ഒരു വേറെ പെർസ്പെക്റ്റീവിൻ്റെ ആവശ്യമുണ്ട്. എസ്പെഷ്യലി ബ്ലോക്കായി ഫീൽ ചെയ്യുമ്പോൾ കുറച്ചൊരു വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. എന്താ വെച്ചാൽ എനർജി ഇംബാലൻസ്ഡ് ആണ്. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത് എല്ലാം ശരിയാവും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ വിഷൊക്കെ ഫുൾഫിൽ ആവും, പക്ഷേ അതിന് ഒരു ശരിയായ സമയമുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്കം? ഔട്ട്കം നിങ്ങളുടെ Ace of Swords ആണ്. അപ്പോൾ കുറേ ബ്രേക്ക് ത്രൂ ഉള്ള കൊല്ലാണ്. കുറേ കാര്യങ്ങൾ സ്റ്റാഗ്നൻ്റ് ആവും, പക്ഷേ അതിലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും. ടെമ്പറൻസ് എനർജി, ബാലൻസും ഹീലിംഗിൻ്റെ എനർജിയാണ് ഇത്. ആൻഡ് 9 of Swords കുറേ ഓവർ തിങ്കിങ്ങിൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾ അങ്ങനത്തെ ഒരു ഓവർ തിങ്കിങ് ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ അത് കൂടുതൽ നിങ്ങൾക്ക് 2026 അത് കൂടുതലായിരിക്കാം. പറഞ്ഞാൽ ഈ ഓവർ തിങ്കിങ്ങും സ്ട്രെസ്സും ആങ്സൈറ്റിയൊക്കെ അത് നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റ് ചെയ്യും 2026. അപ്പോൾ മെൻ്റൽ ഹെൽത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം. ആൻഡ് രാത്രി ഉറക്കമില്ലാത്ത എനർജി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്ലീപ്പ് സൈക്കിളും ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അപ്പോൾ അതിലും സൂക്ഷിക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നിങ്ങളുടെ ഏറ്റവും ചാലഞ്ചിങ് മാസം 2026? ചാലഞ്ചിങ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏപ്രിലാണ്. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് മാസം ഏതാണ്? ജൂൺ ആണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മന്ത്.
2026. അപ്പോൾ ടോറസ്, ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇയർലി 2026 റീഡിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വെച്ചാൽ, നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് അറിയണം എന്താ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകണമെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് ബുക്ക് ചെയ്യാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പക്ഷേ അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ആണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയക്കുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.